കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, നമ്മെ സ്നേഹിച്ചത് നമ്മുടെ പിതാവിൻ മുഖാന്തരം ഏതിലാണ് നാം ജയം നേടുന്നതെന്ന് കേട്ടാൽ ഈ 35-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്ന് കൊടുത്തിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവ സ്നേഹത്തിൽ നാം നിൽക്കുമ്പോൾ ചില ലോകപ്രകാരമായ കാര്യങ്ങൾ ആ സ്നേഹത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്താറുണ്ട്. പട്ടിണി, നഗ്നത, മരണം, ദുഃഖം, വാള് ഇതെല്ലാം വരുമ്പോൾ. പക്ഷേ ഒരു ഭക്തനായ മനുഷ്യൻ പറയാണ്, ഇതൊന്നും ദൈവത്തിൽ നിന്ന് എന്നെ അടർത്തി മാറ്റുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ വിജയം വിടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് കഷ്ടതകൾ വന്നാലും, ഏത് വാള് വന്നാലും, ഏത് നഗ്നത വന്നാലും, ഏത് മരണം വന്നാലും, ഏത് രോഗം വന്നാലും, ഏത് പണക്കഷ്ടം വന്നാലും എല്ലാം ഇതിൽ നിന്നൊക്കെയും ക്രിസ്തു നമ്മെ പൂർണ്ണമായി വിടുവിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് നമ്മുടെ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന എൻ്റെ പ്രിയ ദൈവമേ, കർത്താവേ, ഈ ലോകത്തിലുള്ള ഒരു കഷ്ടതയോ അല്ലെങ്കിൽ നഷ്ടങ്ങളോ ഒന്നും നിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിപ്പാനാകെയില്ല എന്ന് കർത്താവെ നിൻ്റെ വചനത്തിൽ കൂടെ ദൈവമേ പൗലോസ് നമ്മെ പഠിപ്പിക്കുമ്പോൾ നാമും നമുക്ക് വരുന്ന കഷ്ടതകളിൽ കർത്താവെ ദൈവഭക്തനെ പോലെ നിലനിന്ന് നിൻ്റെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഞങ്ങളെ കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് വാളും കർത്താവെ നമ്മെ ഒന്നും ചെയ്യുകയില്ല എന്ന് ഉറച്ച വിശ്വാസത്തോട് മുമ്പോട്ട് പോകുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.